നായരമ്പലം പഞ്ചായത്തിലെ കടേക്കുരിശിങ്ങൽ റോഡിൽ ഒഴിച്ചിട്ടിരിക്കുന്ന 200 മീറ്റർ ദൂരം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സുപ്രി കാട്ടുപറമ്പിൽ കാലുകൂട്ടി കെട്ടി സമരം നടത്തി. നായരമ്പലം പഞ്ചായത്തിലെ കടേക്കുരിശിങ്ങൽ റോഡ് അതായത് 1.5 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. അത് പണി പൂർത്തിയായിരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പത്രത്തിലൊക്കെ 3 മെമ്പർമാർ എഴുതിയിരുന്നു. വികസനം അതായത് മെമ്പർമാരുടെ വികസനം എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതിയത് കടേക്കുരിശിങ്ങൽ റോഡ് പൂർണ്ണമായി പൂർത്തീകരിച്ചു എന്ന് എഴുതിയിട്ടുണ്ടായി. പക്ഷേ 197 മീറ്റർ ദൂരം ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. JCB കൊണ്ട് കോരി മാറ്റിയാക്കിയിട്ട് അതിനുശേഷം പത്ര റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം അവിടെ മെറ്റൽ കൊണ്ടുവന്ന് നിരച്ചിട്ടുണ്ട്. കൂർക്ക കല്ല് പോലത്തെ മെറ്റലാണ്. ആ മെറ്റൽ കൊണ്ടുവന്ന് നിരച്ചതോട് കൂടി വെള്ളക്കെട്ട് രൂപപ്പെടും. മഴക്കാലത്ത് വെള്ളക്കെട്ടും വേനൽ സമയത്ത് പൊടിയും. ഒരു സൈക്കിളിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ കാലുകെട്ടി സമരം നടത്തുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 1.5 ലക്ഷം രൂപ അനുവദിച്ച റോഡിൽ മധ്യഭാഗത്ത് 200 മീറ്ററാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. ഇത് വാർത്തയായതിനു ശേഷം മട വേസ്റ്റ് കൊണ്ടുവന്ന് റോഡിൽ നിരത്തി റോഡ് റോളർ ഉപയോഗിക്കാതിരുന്നത് മൂലം കൂർത്ത കല്ലുകൾ കാൽനടക്കാർക്ക് ജീവന ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പൊടിശല്യം രൂക്ഷമായതുകൊണ്ട് ശ്വാസം മുട്ടൽ പോലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നു. കേരള ഹൈക്കോടതിയുടെ വിധി പ്രകാരം ജില്ലാ കളക്ടർ ഇട്ട ഉത്തരവ് നടപ്പാക്കാതെ ഒളിച്ചു കളിച്ച ഭരണകക്ഷി 5 വർഷം മുമ്പ് ഇറക്കിയ പ്രകടന പത്രികയിൽ എല്ലാ റോഡുകളും പുനർനിർമ്മിക്കുമെന്നും കൊടുങ്ങാശ്ശേരിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുമെന്നും പഞ്ചായത്ത് ഗ്രൗണ്ടിൽ മിനി സ്റ്റേഡിയം നിർമ്മിക്കുമെന്നും വേലിയേറ്റം മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്ക് പരിഹാരമായി കരിങ്കൽ ഭിത്തി നിർമ്മിക്കുമെന്നും നെടുമങ്ങാട് ഹോമിയോ ആശുപത്രി ഉന്നത നിലവാരത്തിൽ മോഡൽ ആശുപത്രിയാക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് കല്ലിട്ടതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പാകുമ്പോൾ വീണ്ടും വാഗ്ദാനങ്ങളുമായി ഇറങ്ങും. കടേക്കുരിശിങ്ങൽ റോഡ് പുനർനിർമ്മാണം ഇനിയും നീണ്ടാൽ നവംബർ 17 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സുപ്രി കാട്ടുപറമ്പിൽ അറിയിച്ചു.